ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഫ്രഞ്ച് നഗരമായ മാർസെയിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റിനൊപ്പം നിർവഹിച്ചു. ഫ്രാൻസ് പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് യുഎസിലെത്തും. 2025-26 സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച നിയമസഭയിൽ പൂർത്തിയായി. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ചർച്ചയ്ക്ക് മറുപടി നൽകി. കിഫ്ബി റോഡുകൾക്ക് യൂസർ ഫീ ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് നിയമസഭയിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. PC ചാക്കോ NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. 38ാമത് ദേശീയ ഗെയിംസിൽ ഇന്ന് 1 സ്വർണവും 1 വെള്ളിയും സ്വന്തമാക്കി കേരളം. രഞ്ജി ട്രോഫിയിൽ കേരളം സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഫ്രഞ്ച് നഗരമായ മാർസെയിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം നിർവഹിച്ചു. മാർസെയിലെ ഇന്ത്യൻ സമൂഹവുമായും ഇരു നേതാക്കളും സംവദിച്ചു. 2ാം ലോക മഹായുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ സൈനികർക്ക് പ്രധാനമന്ത്രി യുദ്ധസെമിത്തേരിയിലെത്തി ആദരമർപ്പിച്ചു. പാരീസ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് രാവിലെ മാർസെയിലെത്തിയ ശ്രീ മോദിക്ക് ആവേശകരമായ സ്വീകരണമാണ് ഇന്ത്യൻ സമൂഹം നൽകിയത്. ഇൻഡോ ഫ്രാൻസ് സംരംഭമായ ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ പദ്ധതിയും ഇരു നേതാക്കളും സന്ദർശിച്ചു. ഫ്രഞ്ച് പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് അമേരിക്കയിലെത്തും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 2025-26 സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച നിയമസഭയിൽ പൂർത്തിയായി. എല്ലാ മേഖലകളെയും സംയോജിപ്പിച്ച് സംസ്ഥാനത്ത് സമഗ്ര വികസനം കൊണ്ടുവരാനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിൽ നിന്ന് ജോലി തേടി പുറത്തേക്ക് പോകുന്ന യുവാക്കളെ തിരികെ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. AI പോലുള്ള പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം ജനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യം. കേന്ദ്രത്തിൽ നിന്ന് മതിയായ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്ന പരിമിതിക്ക് ഇടയിലും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കിഫ്ബി റോഡുകൾക്ക് യൂസർ ഫീ ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് നിയമസഭയിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. യൂസർ ഫീയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് കിഫ്ബിയുടെ വായ്പകൾ തിരിച്ചടയ്ക്കാനുള്ള സാധ്യതകളാണ് സർക്കാർ പരിഗണിക്കുന്നത്. കിഫ്ബി വായ്പകളെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കാനും ഇതിലൂടെ കഴിയും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് ബജറ്റ് ചർച്ചയ്ക്കിടെ മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടക്കുന്നതിനുള്ള സാധ്യത തെളിയും. അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനുമാവും. കിഫ്ബി കൃത്യമായും സത്യസന്ധമായും വായ്പകൾ തിരിച്ചടക്കുന്നത് കൊണ്ട് തന്നെയാണ് കിഫ്ബിക്ക് മികച്ച ക്രെഡിറ്റ് റേറ്റിംഗ് നിലനിർത്താൻ സാധിക്കുന്നതും ധനകാര്യ സ്ഥാപനങ്ങൾ കിഫ്ബിക്ക് വായ്പകൾ നൽകാൻ സന്നദ്ധമായി വരുന്നതും. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ചതായ ബജറ്റ് പ്രസംഗത്തിലെ പരാമർശത്തിന് കേരളത്തിലെ യഥാർത്ഥ സാഹചര്യവുമായി ബന്ധമില്ലെന്ന് ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടി. റവന്യൂ കമ്മിയും ധനകമ്മിയും സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റിൽ വിവിധ മേഖലകളെ തീർത്തും അവഗണിച്ചതായും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. SC/ST വിഭാഗങ്ങളുടെ വരെ പദ്ധതി വെട്ടിക്കുറച്ചു. പാവപ്പെട്ടവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയെ പൂർണ്ണമായി അവഗണിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് അവഗണന. റബ്ബറിന്റെയും നെല്ലിന്റെയും താങ്ങുവില വർദ്ധിപ്പിച്ചില്ല. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. സപ്ലൈകോയുടെ കുടിശ്ശിക തീർത്ത് അവശ്യ സാധനങ്ങൾ എസൻഷ്യൽ കമ്മോഡിറ്റീസ് സബ്സിഡി റേറ്റിൽ വിതരണം ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുന്നതിന് പകരം അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കുന്നില്ല. കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ സംസ്ഥാന പോലീസ് പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പോലീസിന്റെ വീഴ്ചകൾ തടയാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്നും ക്രിമിനൽ ബന്ധമുള്ള പോലീസുകാർ സംസ്ഥാനത്ത് കൂടി വരുന്നതായും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ പോലീസുകാർക്ക് വീഴ്ച വന്ന എല്ലാ സന്ദർഭങ്ങളിലും കർശനമായി നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി.
വന്യജീവി ആക്രമണങ്ങൾ ആവർത്തിക്കുന്നതിൽ വയനാട്ടിൽ പ്രതിഷേധം ശക്തം. കാട്ടാന ആക്രമണത്തിൽ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ട മേപ്പാടി അട്ടമല സ്വദേശി ബാലന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി സംസ്കരിച്ചു. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിന് ഒടുവിലാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത്. ബാലന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് ഉറപ്പു നൽകിയതിനു ശേഷമാണ് പ്രതിഷേധം അവസാനിച്ചത്. വൈകുന്നേരത്തോടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മേപ്പാടി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ ചെറിയ തോതിൽ സംഘർഷവുമുണ്ടായി. വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDFന്റെ നേതൃത്വത്തിൽ നാളെ ജില്ലയിൽ ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹർത്താലുമായി സഹകരിക്കില്ല എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു. PC ചാക്കോ NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് ഇന്നലെ വൈകുന്നേരമാണ് രാജിക്കത്ത് കൈമാറിയത്. അതേസമയം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്ന് PC ചാക്കോ അറിയിച്ചു. പുതിയ സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസ് MLA നിയമിക്കണമെന്ന് NCP സംസ്ഥാന ഭാരവാഹി യോഗം ഏകകണ്ഠേന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വൈകുന്നേരം 5 മണിക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകൾ ഒന്നും തന്നെയില്ല. കുംഭം 1 നാളെ രാവിലെ 5 നട തുറക്കും. മാസപൂജകൾ പൂർത്തിയാക്കി ഈ മാസം 17 രാത്രി 10 നട അടയ്ക്കുക. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് പകൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയവും സംസ്ഥാനത്ത് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. സംഭവ സമയത്ത് വന്ദനയ്ക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷിബിനെ ആദ്യം വിസ്തരിച്ചു. 50 സാക്ഷികളുടെയും പ്രഥമ വിസ്താരം വരും ദിവസങ്ങളിൽ നടക്കും. ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി എറണാകുളത്ത് നടത്തിയ പരിശോധനയിൽ മായം ചേർത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കണ്ടെത്തിയതായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് അറിയിച്ചു. മെറൈൻ ഡ്രൈവിൽ പ്രവർത്തിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ മൊത്ത വ്യാപാര സ്ഥാപനത്തിൽ നിന്നുമാണ് മായം ചേർത്ത പെർഫ്യൂം പിടികൂടിയത്. പരിശോധനകൾ ശക്തമാക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. കൈത്തറി ഉൽപ്പന്നങ്ങൾ എന്ന വ്യാജേന പവർലൂം ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി പിഴ ഈടാക്കുമെന്ന് കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽസ് ഡയറക്ടർ. ഇത്തരം ഉൽപ്പന്നങ്ങൾ കണ്ടുകെട്ടി സ്ഥാപനത്തിനെതിരെ നിയമ നടപടിയും സ്വീകരിക്കും. ലോക റേഡിയോ ദിനമായ നാളെ ആകാശവാണി തിരുവനന്തപുരം റിക്രിയേഷൻ ക്ലബ് പൂജപ്പുര ശ്രീ ചിത്തിര തിരുനാൾ ഓഡിറ്റോറിയത്തിൽ ശ്രോതാക്കളുടെ സംഗമം സംഘടിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി പ്രസംഗ മത്സരം, ക്വിസ്, ഗാനമേള ഉൾപ്പെടെ നടക്കും. പ്രവേശനം സൗജന്യമാണ്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് മാർച്ച് 13 തിരുവനന്തപുരം നഗരപരിധിക്കുള്ളിലെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചു. പൊതുഭരണ വകുപ്പാണ് ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് വീണ്ടും സ്വർണം. 4x400 മീറ്റർ മിക്സഡ് റിലേയിലാണ് കേരളത്തിന്റെ സുവർണ്ണ നേട്ടം. വനിതകളുടെ ജൂഡോ 78 കിലോ വിഭാഗത്തിൽ കേരളത്തിന്റെ അശ്വതി PR വെള്ളി മെഡൽ നേടി. പോയിന്റ് പട്ടികയിൽ കേരളം 12ാം സ്ഥാനത്താണ്. ദേശീയ ഗെയിംസിൽ നിലവിൽ സർവീസസ് 1ാമതും മഹാരാഷ്ട്രയും കർണാടകയും 2ഉം 3ഉം സ്ഥാനങ്ങളിലാണ്. രഞ്ജി ട്രോഫിയിൽ കേരളം സെമിയിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കശ്മീരിനെതിരെ സമനില നേടിയാണ് കേരളത്തിന്റെ സെമി പ്രവേശം. 17 തുടങ്ങുന്ന സെമിയിൽ ഗുജറാത്താണ് കേരളത്തിന്റെ എതിരാളി. 2ാം സെമിയിൽ മുംബൈ വിദർഭയെ നേരിടും. അഹമ്മദാബാദ് ഏകദിനത്തിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 357 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 10 വിക്കറ്റ് നഷ്ടത്തിൽ 356 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 11 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 89 റൺസ് എന്ന നിലയിലാണ്. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി FC ഗോവയെ നേരിടും. രാത്രി 7:30 മുംബൈ ഫുട്ബോൾ അറീനയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്നും ഇടിവ്. സെൻസെക്സ് 123 പോയിന്റ് ഇടിഞ്ഞ് 76,171-ലും നിഫ്റ്റി 27 പോയിന്റ് നഷ്ടത്തിൽ 23,045-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 63,520 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രഞ്ച് നഗരമായ മാർസയിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റിനൊപ്പം നിർവഹിച്ചു. ഫ്രാൻസ് പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് UAE-ലെത്തും. 2025-26 സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച നിയമസഭയിൽ പൂർത്തിയായി. ധനമന്ത്രി KN ബാലഗോപാൽ ചർച്ചയ്ക്ക് മറുപടി നൽകി.
കിഫ്ബി റോഡുകൾക്ക് യൂസർ ഫീ ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് നിയമസഭയിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. PC ചാക്കോ NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. 38ാമത് ദേശീയ ഗെയിംസിൽ ഇന്ന് 1 സ്വർണവും 1 വെള്ളിയും സ്വന്തമാക്കി കേരളം. രഞ്ജി ട്രോഫിയിൽ കേരളം സെമി ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.